in the morning. Lord, you hear my voice. In the morning, I lay my requests before you and wait expectantly. Welcome to Blessed Morning. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. തുല്യം ചൊല്ലാൻ ആരുമില്ലേ അങ്ങെപ്പോലെ യേശുവേ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. ജീവനേ സ്വന്തമേ അങ്ങേ മാർവിൽ ചാരുന്നു ഞാൻ. പ്രിയരെ, അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതം കൂടെ നമ്മുടെ ജീവിതത്തിൽ അനുവദിച്ചു തന്ന വലിയവനായ ദൈവത്തെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നന്ദി പറയാം. എത്ര പേർ പറയും, ഞാൻ നിന്നതല്ല, എൻ്റെ ദൈവം എന്നെ നടത്തിയതാണ്. ഒന്നുകൂടെ പറഞ്ഞു കഴിഞ്ഞാൽ 2026 ഓഗസ്റ്റ് മാസം 5-ാം തീയതി വരെയും എന്നെയും എൻ്റെ കുടുംബത്തെയും കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിക്കുകയും വിടുവിക്കുകയും ചെയ്ത വലിയവനായ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഈ പ്രഭാത ചിന്തയിലേക്ക് നമുക്ക് ഒരുമിച്ച് അടുത്തു വരാം. ആരും അറിയാത്തവനെ ദൈവം അറിയുന്നു. ഈ സന്ദേശം ഉറപ്പായും നിങ്ങൾ കേൾക്കണം. പ്രിയരെ, പ്രാരംഭ വാക്യത്തിലേക്ക് 1 ശമൂവേൽ 16-ാം അധ്യായം അതിൻ്റെ 11-ാമത്തെ വാക്യം. തൻ്റെ പുത്രന്മാർ എല്ലാവരുമായോ എന്ന് ശമൂവേൽ ചോദിച്ചതിന് അവൻ, ഇനിയുള്ളതിൽ ഇളയവനുണ്ട്, അവൻ ആടുകളെ മേയ്ക്കിയാകുന്നു എന്ന് പറഞ്ഞു. ശമൂവേൽ ഇശായിയോട്, ആളെ അയച്ച് അവനെ വരുത്തുക, അവൻ വന്നിട്ടല്ലാതെ നാം പന്തിക്കിരിക്കില്ല എന്ന് പറഞ്ഞു. പ്രിയരെ, ഈ പ്രഭാതത്തിൽ ദൈവം നമ്മോട് ഇടപെട്ട അനുഗ്രഹിക്കപ്പെട്ട വചനത്തിനായി നമുക്ക് ഒരുമിച്ച് ചേർന്ന് ദൈവത്തിന് നന്ദി പറയാം. ഈ പ്രഭാതത്തിൽ ദൈവം നമുക്ക് തന്ന ചിന്ത എന്ന് പറയുന്നത്, ആരും അറിയാത്തവനെ ദൈവം അറിയുന്നു എന്നുള്ളതാണ്. എന്നെ കേൾക്കുന്നവരെ, ആ കുടുംബത്തിൽ, ആ ജോലി സ്ഥലത്ത്, ആ പട്ടണത്തിൽ നിങ്ങൾ ആരും അറിയാത്തവനെ പോലെ എവിടെ ഒതുങ്ങിപ്പോയതുപോലെയാണ് ഇന്ന് ഈ വചന സന്ദേശം ശ്രദ്ധിക്കുന്നതെങ്കിൽ ഈ വചനത്തിനകത്തു നിന്നോട് ഈ പ്രഭാതത്തിൽ ദൈവം ദൂത് കൈമാറുകയാണ്. ഈ ദിവസങ്ങളിൽ ദൈവം നിന്നെ കാണുന്നു എന്നും ദൈവം നിന്നെ ആ ജോലി സ്ഥലത്ത് ഉയർന്ന തലത്തിലോട്ട് കൊണ്ടുവരാൻ പോകുന്നു എന്നും തിരിച്ചറിഞ്ഞുകൊണ്ട് ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഇതുവരെയും കാണാത്ത ഒരു ദൈവപ്രവൃത്തി ഇന്ന് ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൈവം തുറന്നു തരാൻ പോകുന്നു, ദൈവം വെളിപ്പെടുത്താൻ പോകുകയാണ്. ആ നിലകളിൽ നിന്നുകൊണ്ട് നമ്മൾ വചന ചിന്ത ഒന്നുകൂടെ ഓർപ്പിക്കുന്നു. ആരും അറിയാത്തവനെ ദൈവം അറിയുന്നു. നമ്മൾ വായിച്ചു കേട്ട വാക്യം എന്ന് പറയുന്നത്, ഇതാ ഇശായിയുടെ മക്കളിൽ ഇളയപുത്രനായ ദാവീദിനെ ആളയച്ചു വരുത്തുവാൻ പറയുകയാണ്. ഇതാ ഇശായിയുടെ മക്കളിൽ നിന്ന് ഒരുവനെ ദൈവം കണ്ടിരിക്കുന്നു, ശൗലിന്റെ രാജ്യസ്ഥാനത്തും ദൈവം തെളിയിരിക്കുന്നു എന്നുള്ളതാണ് 16-ാം അധ്യായത്തിന്റെ തുടക്കം കാണുന്നത്. ശമൂവേൽ പ്രവാചകനോട് ദൈവം പറയാണ്, നീ തൈലക്കൊമ്പിൽ തൈലവും നിറച്ച് ഇശായിയുടെ ഭവനത്തിലേക്ക് പോവുക, അവിടെ അവൻ്റെ മക്കളിൽ നിന്ന് ഒരുവനെ ഞാൻ രാജാവായി തിരഞ്ഞെടുത്തിരിക്കുന്നു. ആരെയാണെന്ന് ദൈവം പറഞ്ഞിട്ടില്ല. ആത്മാവിൽ സ്വീകരിക്കാമെങ്കിൽ സ്വീകരിച്ചോ. ദൈവം ഒരു ദൂത് പറയുമ്പോൾ എല്ലാം പൊരുൾ തിരിയണമെന്നില്ല. പക്ഷേ നിങ്ങൾക്ക് വേണ്ടി ഒരു അസാധാരണ കാര്യം ദൈവം തുറന്നു തരാൻ പോകുകയാണ്. ദൈവം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടുത്താൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിനകത്ത് ആ വലിയ അനുഭവം തുറന്നു തരാൻ പോവുകയാണ്. ആത്മാവിൽ സ്വീകരിക്കാൻ പറ്റുമെങ്കിൽ ആ വീട്ടിൽ ഒറ്റയ്ക്കായിരിക്കാം ദൈവത്തിന് വേണ്ടി നിൽക്കുന്നത്. ആ ജോലി സ്ഥലത്ത് ദൈവത്തിന് വേണ്ടി നിൽക്കുന്നതുകൊണ്ട് ഒത്തിരി നിന്ദകളും പ്രശ്നങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുന്നുണ്ടാകാം. പക്ഷേ ഇന്നത്തെ ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കണം, നിങ്ങളുടെ സമയം തിരിയാൻ പോവുകയാണ്. ദൈവം നിങ്ങളെ കണ്ടിട്ടുണ്ടെന്നും ദൈവം നിങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ടെന്നും നിങ്ങൾ തിരിച്ചറിയാൻ പോകുന്നു. ഇതാ വചന സന്ദേശത്തിലേക്ക് നമ്മൾ ഒന്നുകൂടെ മടങ്ങി വരികയാണ്. ഇശായിയുടെ വീട്ടിലേക്ക് ഇതാ തൈലക്കൊമ്പുമായി വന്ന് നിൽക്കുന്ന പ്രവാചകൻ ഇശായിയോട് പറയുന്നു, നമ്മൾ യാഗത്തിന് വേണ്ടി ഒരുങ്ങുകയാണ്. ഇതാ യാഗത്തിന് വന്നു നിൽക്കുമ്പോൾ ആരെയാണോ ദൈവം വിളിച്ചത് ആ വ്യക്തിയെ ദൈവം അഭിഷേകം ചെയ്യാനായി ഒരുങ്ങുകയാണ്. ആ തലത്തിൽ ഇതാ ശമൂവേൽ അറിയത്തില്ല, പ്രവാചകൻ അറിയത്തില്ല ഇശായിയുടെ ഏത് മകനെയാണ് ദൈവം തിരഞ്ഞെടുത്തതെന്ന്. പക്ഷെ ദൈവം ശമൂവേലിനോടൊരു പദം പറയുകയാണ്, നീ പൊക്കമോ ഉയരമോ തൂക്കമോ ഒന്നും നോക്കരുത്, ഈ പുറമേ ഉള്ളത് നോക്കരുത്. ആത്മാവിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയുകയാണ്, ഇശായി ഇതാ 7 മക്കളുമായി പ്രവാചകന്റെ മുമ്പിലേക്ക് വരികയാണ്. ഇശായിയുടെ ചിന്ത, ഈ മൂത്ത 7 മക്കളിൽ ഒരുവനെയാണ് ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്. മൂത്ത മകനെ കൊണ്ടുവന്ന് നിർത്തി ദൈവം അവനെ തിരഞ്ഞെടുത്തിട്ടില്ലെന്ന് പറഞ്ഞു. ഇങ്ങനെ 7 പേരെയും പ്രവാചകന്റെ മുമ്പിൽ നിർത്തുമ്പോൾ അവരെ ആരെയും ദൈവം തിരഞ്ഞെടുത്തിട്ടില്ലെന്ന് കാണുകയാണ്. ആ നിലയിൽ നിൽക്കുമ്പോഴാണ്
നമ്മൾ കുറിവാക്യമായി വായിച്ച വാക്യം വായിക്കുന്നത് നിന്റെ മക്കൾ എല്ലാവരുമായോ, ഇനി ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഷായി എൻ്റെ അനുഭവത്തിൽ മറന്ന നിലയിൽ, അല്ലെങ്കിൽ എൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ തല ചൊറിയുന്നത് പോലെ പറഞ്ഞു, ഇനി ഒരുത്തനുണ്ട്, അവൻ ഇളയവനാണ്, അവനിപ്പോൾ കാട്ടിലായിരിക്കുന്നത്, അവനെ ഇതിനൊന്നിനും കൊള്ളത്തില്ല, അവനെ ഞാൻ കണ്ടിട്ടില്ല, അവനെ തിരഞ്ഞെടുത്തിട്ടില്ല, അവനെ ഞങ്ങൾ അറിയുന്നില്ല എന്നുള്ള നിലയിലാണ് ഇശായി പറയുന്നത്. ആത്മാവിൽ ഞാൻ ചിലരെ നോക്കി വിളിച്ചു പറയും, ദൈവത്തിന് വേണ്ടി ഒരു സ്റ്റെപ്പ് വെച്ചപ്പോൾ ആ വീട്ടിൽ നിങ്ങൾ തള്ളപ്പെട്ടെങ്കിൽ, ആ പട്ടണത്തിൽ ആ ജോലി സ്ഥലത്ത് നിങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടയാളാണെങ്കിൽ നിങ്ങളെ ഇന്ന് ദൈവം കണ്ടു എന്നുള്ളതിന് ഉറപ്പ് വരാൻ പോവുകയാണ്. ഇശായിയോട് പ്രവാചകൻ പറയുകയാണ്, അവനെ ആളയച്ചു വരുത്തണം, അവൻ വന്നിട്ടല്ലാതെ നമ്മൾ പന്തിക്കിരിക്കത്തില്ല. എന്നെ കേൾക്കുന്നവരെ, ലോകം നിങ്ങളെ അറിഞ്ഞില്ലെന്ന് വരാം, ലോകം നിങ്ങളെ കണ്ടില്ലെന്ന് വരാം, നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്താലും ഹല്ലേലൂയ പലവരും നിങ്ങളെ മറന്നെന്നിരിക്കാം. പക്ഷേ എൻ്റെ ദൈവത്തിൻ്റെ പ്രത്യേകത ലോകം കാണുന്നത് പോലോ മനുഷ്യൻ കാണുന്ന പോലല്ല. ഇതാ ദാവീദ് കാട്ടിൽ കിടക്കുമ്പോഴും അപ്പൻ്റെ ആടുകളെ നോക്കുന്നതിൽ വിശ്വസ്തനാണ്. ആത്മാവിൽ ഞാൻ ചിലവരെ നോക്കി വിളിച്ച് പറയാം, ചെറിയ കാര്യത്തിൽ നീ വിശ്വസ്തനാണെങ്കിൽ ദൈവം നിന്നെ വലിയ കാര്യങ്ങൾക്ക് അഭിഷേകം ചെയ്യാൻ പോവുകയാണ്. നിന്നെ ദൈവം നിയോഗത്തിലേക്ക് കൊണ്ടുവരാൻ പോവുകയാണ്. നിന്നെ ചിലതിനു വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത് അഭിഷേകം ചെയ്യാൻ പോവുകയാണ്. ആത്മാവിൽ ഈ വചന സന്ദേശം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ചിലവരെ കണ്ണുനീര് ദൈവം ഈ പ്രഭാതത്തിൽ തുടയ്ക്കാൻ പോകുന്നു. എൻ്റെ കൂടെ വിശ്വസിക്കുന്ന ചിലവരെ നോക്കി ഞാൻ ആത്മാവിൽ പ്രവചിക്കുകയാണ്, ഇന്നു മുതൽ നിങ്ങളുടെ സ്ഥിതിക്ക് മാറ്റം വരാൻ പോകുന്നു. ഇന്നു മുതൽ പഴയ അനുഭവമല്ല, ആ തകർച്ചയല്ല, ആ നിന്ദയല്ല, ഇതാ നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു പുതിയ അനുഭവം വെളിപ്പെടാൻ പോകുന്നു. എസ്തേറിൻ്റെ മേളിൽ കിരീടം വെച്ച് അവളെ വസ്തിക്ക് പകരം രാജ്ഞിയാക്കിയതുപോലെ ആ ജോലി സ്ഥലത്ത് ദൈവം നിന്നെ കാണാൻ പോവുകയാണ്. ആ ഭവനത്തിനകത്ത് ദൈവം നിന്നെ കരം പിടിച്ച് ഉയർത്താൻ പോവുകയാണ്. നിന്റെ ദൈവം ജീവിക്കുന്നു എന്ന് പറയാൻ തക്കവണ്ണം ഇതാ അല്പത്തിൽ വിശ്വസ്തനായ ദാവീദിനെ, അപ്പൻ്റെ ആടുകളെ നോക്കുന്നതിൽ അവൻ വിശ്വസ്തനാണ്. രഹസ്യത്തിൽ ദൈവത്തെ ആരാധിക്കുന്നതിൽ അവൻ വിശ്വസ്തനാണ്. ഞാൻ ആരെയെ നോക്കി വിളിച്ചു പറയുന്നു, രഹസ്യത്തിൽ ദൈവത്തെ ആരാധിക്കുന്ന, രഹസ്യത്തിൽ ദൈവത്തോട് പ്രാർത്ഥിക്കുന്ന ചിലതിനെ ദൈവം പരസ്യമായി അഭിഷേകം ചെയ്യാൻ പോകുകയാണ്, പരസ്യമായി ദൈവം മാനിക്കാൻ പോവുകയാണ്. അങ്ങനെ ഒന്ന് വിശ്വസിക്കുന്നതിനുണ്ടെങ്കിൽ ഈ പ്രഭാത മെസ്സേജും നിനക്കും നിന്റെ കുടുംബത്തിനുള്ളതാണ്. ഇതാ പട്ടണത്തിൽ, ആ സഭയിൽ നിന്റെ പേരിന് ദൈവം ഉയർത്താൻ പോകുന്നു. ദൈവം നിന്നെ മാനിക്കാൻ പോവുകയാണ്. ഒരു സീസൺ വരെയും തള്ളപ്പെട്ട കണ്ണുനീരിൻ്റെ അനുഭവം, വല്ലാത്തൊരു അനുഭവത്തിൽ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്ന ചിലരോട് ഞാൻ വിളിച്ചു പറയുന്നത്, ഇന്നു മുതൽ നിന്റെ സ്ഥിതിക്ക് മാറ്റം വരികയാണ്. ദൈവം നിന്നെ കണ്ടിരിക്കുന്നുള്ള ആഴം വരികയാണ്. ആ വീട്ടിനകത്തൊരു പ്രത്യേക ഫംഗ്ഷനോ കല്യാണമോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യങ്ങൾ വന്നാൽ നിന്നെ മാത്രം അറിയിക്കത്തില്ല, നിന്നെ മാത്രം തെളിയുന്നില്ലേ. പക്ഷെ ഇന്നു മുതലുള്ള പ്രത്യേകത, ഈ വചന സന്ദേശം കേട്ട് പ്രാർത്ഥിക്കുമ്പോൾ മുതൽ നിന്റെ മുകളിൽ ഒരു തിരിവ് സംഭവിക്കാൻ പോകുന്നു. നീ ഇല്ലാതെ ഇനി അവിടെ ഒരു ആഘോഷമില്ല. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ആത്മാവിൽ സ്വീകരിച്ചോ. ദാവീദിനെ കാട്ടിൽ നിന്ന് ആളയച്ചു വരുത്തുകയാണ്. ദാവീദിനെ ആളയച്ചതാ ശമൂവേൽ പ്രവാചകൻ അവനെ അഭിഷേകം ചെയ്യുകയാണ്. എന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ആര് കണ്ടില്ലേലും ദൈവം നിന്നെ കാണാൻ പോകുന്നു. ദൈവം നിന്നെ അഭിഷേകം ചെയ്യാൻ പോവുകയാണ്. ദൈവം നിന്നെ മാനിക്കാൻ പോവുകയാണ്. എൻ്റെ കൂടെ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ വിശ്വസ്തനായി ദൈവസന്നിധിയിൽ ഈ ദിവസങ്ങളിൽ ഉറപ്പോടെ പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കുക. ദൈവം നിന്നെ മാനിച്ചു എന്നുള്ളത് ഈ ദിവസങ്ങളിൽ ഉറപ്പ് വരാൻ പോവുകയാണ്. എൻ്റെ കൂടെ കണ്ണുകൾ അടച്ച് ഈ പ്രഭാതത്തിലൊന്ന് പ്രാർത്ഥിക്കാമെങ്കിൽ പ്രാർത്ഥിച്ചേ. ഒരു വലിയ ദൈവപ്രവൃത്തി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഇന്ന് ചിലവരെ വെളിയിൽ മറ പിടിച്ചുകൊണ്ടിരുന്ന മറകൾ നീങ്ങി നീ പുറത്തു വരാൻ പോവുകയാണ്. നിന്റെ വെളിയിൽ ഒരു അസാധാരണ ഉയർച്ച ദൈവം അയക്കുന്നു. നിന്നെ ആ മീറ്റിങ്ങിൽ വിളിക്കാൻ പോകുന്നു. നിന്നെ അത്ഭുതത്തിലേക്ക് ദൈവം നടത്താൻ പോകുന്നു. ആ പട്ടണത്തിൽ തല ഉയർത്താൻ പോവുകയാണ്. നിനക്ക് വേണ്ടി ആ ഭവനത്തിൻ്റെ നന്മ ദൈവം ചെയ്യാൻ പോകുന്നു. കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല കർത്താവേ, പൂർണ്ണ ഹൃദയത്തോടെ എൻ്റെ കൂടെ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്ന ഓരോ മക്കൾക്കുമായി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്നു മുതൽ ആ മറന്നേക്ക് ദൈവം ഇവരെ പുറത്തു കൊണ്ടുവരികയാണ്. ദൈവം ഇവരെ ഉയർത്താൻ പോകുന്നതിനായി, ദൈവത്തിൻ്റെ കര ഇവർക്ക് വേണ്ടി വെളിപ്പെടാൻ പോകുന്നതിനായി പറഞ്ഞു. കർത്താവേ, എല്ലാ തടഞ്ഞു നിൽക്കുന്ന നന്മകളും ഇപ്പോൾ തുറന്നു വരണമേ അപ്പ. അത്ഭുതകരമായ സൗഖ്യങ്ങൾ സംഭവിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ ഇവരുടെ സാക്ഷ്യം ആ പട്ടണത്തിൽ പരക്കട്ടെ. ഇവരുടെ സ്തുതി ആ വീട്ടിനകത്ത് വെളിപ്പെട്ട് വരട്ടെ. ആ ഭവനത്തിനകത്ത്, ആ പട്ടണത്തിനകത്ത്, ആ ജോലി ചെയ്യുന്ന സ്ഥലത്ത് ഇവരുടെ പേര് വലുതാകട്ടെ. അത്ഭുതകരമായ വിടുതൽ സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കേൾക്കണം പിതാവേ, ആമേൻ. നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ഈ പ്രഭാതത്തിൽ ഈ മെസ്സേജ് നിങ്ങളുടെ ജീവിതത്തിനകത്തൊരു വഴി തുറന്നിട്ടുണ്ട്. അത്ഭുതകരമായ മാറ്റം. ആ ജോലി സ്ഥലത്ത് എവിടൊക്കെയാണോ നിങ്ങൾ തകർക്കപ്പെട്ടത്, നിന്ദിക്കപ്പെട്ടത്, അവിടെ ഒരു അത്ഭുത വഴി ദൈവം നിങ്ങൾക്ക് വേണ്ടി തുറന്നിട്ടുണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മുടെ യൂട്യൂബിലേക്ക് നിങ്ങൾ കടന്നു വരണം. മറ്റുള്ളവർക്കും കൂടി ഒരു അനുഗ്രഹമാകുവാൻ നിങ്ങൾ ഈ ലിങ്കുകൾ ഷെയർ ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു. അതേപോലെ ഞാൻ നിങ്ങളൊരു കാര്യം ഓർപ്പിക്കുന്നു. എല്ലാ ദിവസവും വൈകിട്ട് ഇന്ത്യൻ സമയം 6 മണിക്ക് നമുക്ക് സൂമിൽ ആരാധനയുണ്ട്. നിങ്ങൾ കടന്നു വരണം. നമുക്ക് ഒരുമിച്ച് ചേർന്നുകൊണ്ട് കർത്താവിനെ ആരാധിക്കാം. നേരിട്ട് കണ്ട് പ്രാർത്ഥിക്കാൻ പറ്റും. വലിയ ദൈവപ്രവർത്തികൾ ഈ ദിവസങ്ങളിൽ വിശ്വസിക്കാം. ദൈവത്തിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി വെളിപ്പെടട്ടെ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.